PSC എക്സാം ഏതുമാകട്ടെ, അതായത് LGS, LDC, 10th ലെവൽ എല്ലാ എക്സാമിനും, അതുപോലെ +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാത്തിനും നവോത്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണല്ലേ. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അയ്യങ്കാളിയെക്കുറിച്ച് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ് അല്ലേ. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അയ്യങ്കാളിയെ പറ്റിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലാണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, അയ്യങ്കാളിയുടെ കാലഘട്ടം 1863 മുതൽ 1941 വരെയായിരുന്നു കേട്ടോ. അയ്യങ്കാളിയുടെ ബാല്യകാല നാമം എന്ന് പറയുന്നത് കാളി എന്നാണ്. അയ്യങ്കാളിയുടെ അച്ഛൻ്റെ പേര് അയ്യൻ എന്നും അമ്മയുടെ പേര് മാല എന്നുമാണ് കേട്ടോ. വീട്ടുപേര് പ്ലാവത്തറ വീടാണ്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. വർഷം 1863 കേട്ടോ. ഡേറ്റ് ഓർത്തിരിക്കുക, ഓഗസ്റ്റ് 28 ജനിച്ചത്. മരിച്ചത് 1941 ജൂൺ 18 കേട്ടോ. മരിച്ചത് 1941 ജൂൺ 18. ചോദിക്കാറുണ്ട് കേട്ടോ. അയ്യങ്കാളി ജനിച്ച വർഷം ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മരിച്ചതും ഓർത്തിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രൂപത്തിലല്ലാണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അയ്യങ്കാളിയുടെ ഭാര്യയുടെ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചെല്ലമ്മ എന്നാണ് ഭാര്യയുടെ പേര്. അയ്യൻ എന്നാണ് അച്ഛൻ്റെ പേര്, മാല എന്നാണ് അമ്മയുടെ പേര് കേട്ടോ. ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. അപ്പോൾ ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28. ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? അയ്യങ്കാളി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിക്കാം കേട്ടോ. ആരാണ്? അയ്യങ്കാളിയാണ്. ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ. എന്താണ്? ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. വർഷം ഓർത്തിരിക്കുക, 1898 ചാലിയത്തെരുവ് ലഹള വർഷം 1898. അപ്പോൾ നമ്മളിപ്പോൾ 3 വർഷം പഠിച്ചിട്ടോ. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചു. പിന്നെ 1941 ജൂൺ 18 അയ്യങ്കാളി മരിച്ചു. പിന്നെ ചാലിയത്തെരുവ് ലഹള ഏതായിരുന്നു വർഷം? 1898. ചാലിയത്തെരുവ് ലഹള 1898. പിന്നെ എന്തൊക്കെയാണ് അറിയപ്പെടുന്ന അയ്യങ്കാളിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരേ ഒരു നവോത്ഥാന നായകൻ്റെ മുന്നിൽ മാത്രമാണ് മഹാത്മാ എന്ന് ചേർത്ത് വിളിക്കുന്നുള്ളൂ. മഹാത്മാ അയ്യങ്കാളി എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഈ മഹാത്മാ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതും ഓർത്തിരിക്കുക. അത് ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചിരുന്നു. അത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള EK നായനാരാണ് കേട്ടോ. ഇത് 3 ഓർത്തിരിക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തതും ഇന്ദിരാഗാന്ധിയാണ്. അതുകൂടാണ്ട് ഈ പ്രതിമയുടെ ശില്പി ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ഇസ്രാ ഡേവിഡ് ആണ് കേട്ടോ. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ആരാണ്? ഇസ്രാ ഡേവിഡ്. എല്ലാം ഓർത്തിരിക്കട്ടോ. ഒരു പോയിന്റ് പോലും വിടാതെ നമ്മൾ പഠിച്ചിരിക്കണം. എന്നാലാണ് അയ്യങ്കാളിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1863 അയ്യങ്കാളിയെ കൂടാതെ വേറെ 2 പേര് ജനിച്ചിട്ടുണ്ട്. അതിലൊരാൾ നമ്മൾ നവോത്ഥാനത്തിൽ പഠിക്കുന്ന ആൾ തന്നെ ഡോക്ടർ പൽപ്പു കേട്ടോ. 1863 തന്നെയാണ് ജനിച്ചത്. നവംബർ 2 എൻ്റെ ഒരു ഓർമ്മ, ജനനത്തീയതി. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും ജനിച്ചിട്ടുള്ളത് 1863. അപ്പോൾ ഈ 3 പേര് ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC. എങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ തന്നിട്ട് ഈ 1863 ജനിക്കാത്ത വ്യക്തി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഈ സ്വാമി വിവേകാനന്ദൻ, ഡോക്ടർ പൽപ്പു, അതുപോലെ അയ്യങ്കാളി 3 പേരും ജനിച്ചത് 1863. ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് വർഷമാണെന്ന് ചോദിക്കാം. 1904 എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ്. ഏത് വർഷമാണ്? 1904. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ
കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണെന്ന് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ചിട്ടുണ്ട്. അതും വെങ്ങാനൂരിൽ തന്നെയാണ് കേട്ടോ. കുടിപ്പള്ളിക്കൂട സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ്. കുടിപ്പള്ളിക്കൂട ഏതായിരുന്നു വർഷം? 1904. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരിലാണ്. അതുപോലെ തന്നെ സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലവും വെങ്ങാനൂർ തന്നെയാണ് കേട്ടോ. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയ്യങ്കാളി. ആദ്യത്തെ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയ്യങ്കാളി. അതായത് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആര്? അയ്യങ്കാളി. ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1911 ഡിസംബർ 5 കേട്ടോ. 1911 ഡിസംബർ 5. ഡിസംബർ 5 അല്ലേ മണ്ണ് ദിനം? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മണ്ണ് ദിനമാണ് ഡിസംബർ 5. 1912 നെടുമങ്ങാട് ചന്തക്കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് വർഷം ഓർത്തിരിക്കുക? 1912. 1911 എന്തായിരുന്നു? ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായി. 1904 എന്തായിരുന്നു? കുടിപ്പള്ളിക്കൂട സ്ഥാപിച്ചു അല്ലേ? എവിടെ? വെങ്ങാനൂർ. പിന്നെ 1898 ചാലിയത്തെരുവ് ലഹള. ചാലിയത്തെരുവ് ലഹള 1898. പിന്നെ മെയിനായിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് വില്ലുവണ്ടി സമരം അല്ലേ? വില്ലുവണ്ടി സമരം നടത്തിയത് ആരാന്ന് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വർഷവും ചോദിക്കാറുണ്ട്. 1893 വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം 1893 ആരാ നയിച്ചത്? അയ്യങ്കാളിയാണ് കേട്ടോ. വില്ലുവണ്ടി സമരം 1893. എന്താണ് വില്ലുവണ്ടി സമരം? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ സമരമാണ് കേട്ടോ. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അല്ലേ? വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. പക്ഷെ വെങ്ങാനൂർ തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അല്ലേ? വെങ്ങാനൂരാണ്. കുടിപ്പള്ളിക്കൂട സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു? സമുദായ കോടതി സ്ഥാപിച്ചതും വെങ്ങാനൂരിൽ തന്നെയാണ് അല്ലേ? വെങ്ങാനൂരാണ്. കുടിപ്പള്ളിക്കൂടം, സമുദായ കോടതി സ്ഥാപിച്ചതൊക്കെ വെങ്ങാനൂരിൽ തന്നെയാണ്. അതുപോലെ വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ചോദിക്കാം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിട്ടുണ്ട് അയ്യങ്കാളി. അത് 1907 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് കേട്ടോ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അതും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിട്ടുള്ളത്. 1907 നമ്മൾ മുൻപൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഏതായിരുന്നു? നമ്മുടെ ദേശീയ പതാക അല്ലേ? മേഡം പിക്കാജി ഗാമ സ്റ്റുട്ട്ഗർട്ടിൽ, ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ മേഡം പിക്കാജി ഗാമ ദേശീയ പതാക ഉയർത്തിയത്. അതായത് ഇന്ത്യക്ക് പുറത്ത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് 1907 കേട്ടോ. പരിപാലന സംഘം പറഞ്ഞു 1907. ഇതിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വർഷം ചോദിക്കാം. 1938 കേട്ടോ. 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് മാറ്റിയിട്ട് എന്താക്കി? പുലയ മഹാസഭ എന്നാക്കി. ഏത് വർഷം? 1938. ഇതിൻ്റെ മുഖപത്രം ചോദിക്കാറുണ്ട് കേട്ടോ. സാധുജന പരിപാലിനി എന്നാണ് ഇതിൻ്റെ മുഖപത്രം. സാധുജന പരിപാലിനിൻ്റെ മുഖ്യ പത്രാധിപനം ചോദിക്കാറുണ്ട്. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് കേട്ടോ. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപൻ. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ഏത് വർഷമാണ്? അത് 1914 കേട്ടോ. 1914 എന്താണ്? അയ്യങ്കാളിയുടെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആര്? ശ്രീമൂലം തിരുനാൾ കേട്ടോ. ശ്രീമൂലം തിരുനാൾ. ലഹളയെ പറ്റി ചോദിക്കാറുള്ളത് 90-ാം ആണ്ട് ലഹള കേട്ടോ. അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. 1915 90-ാം ആണ്ട് ലഹള കേട്ടോ. വില്ലുവണ്ടി യാത്ര എപ്പോഴായിരുന്നു? 1893 1893 1915 എന്താണ്? 90-ാം ആണ്ട് ലഹള 1915.
തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. 1915 ഓർത്തിരിക്കുക. ലഹള ഊരൂട്ടമ്പല ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഏത് 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915 കേട്ടോ. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഏത് 90-ാം ആണ്ട് ലഹള. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര ആഭരണ ധാരണത്തിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ്, കല്ലുമാല സമരം കേട്ടോ, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവും ചോദിക്കാറുണ്ട്. അയ്യങ്കാളി തന്നെയാണ് കേട്ടോ. കല്ലുമാല സമരം നടന്ന വർഷവും 90-ാം ആണ്ട് ലഹള നടന്ന വർഷമൊക്കെ 1915 കേട്ടോ. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രാഭരണ ധാരണത്തിനായിട്ട് സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിക്കുക. ആരാണ്? അയ്യങ്കാളിയാണ്. നടന്ന വർഷം 1915. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. അതുപോലെ തന്നെ ഊരൂട്ടമ്പല ലഹള, പുലയ ലഹള ഒക്കെ അറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹളയാണ്. 1915 നടന്നത്. കല്ലുമാല സമരം 1915 കേട്ടോ. അതുപോലെ സാധുജന പരിപാലന സംഘം 1907 1938 അതെന്താക്കി പേര് മാറ്റി അല്ലേ, പുലയ മഹാസഭ എന്ന് പേര് മാറ്റി. ഇതിൻ്റെ അധ്യക്ഷ, അതായത് ഇതിൻ്റെ സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് കേട്ടോ. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. മുഖപത്രം സാധുജന പരിപാലിനി. മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1937. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ. എവിടെയാണ്? ചിത്രകൂടം. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലെ ചിത്രകൂടത്താണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഓർത്തിരിക്കുക, ചോദിക്കാറുണ്ട് കേട്ടോ. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ്? 2010. 2010. അതുപോലെ ഊരൂട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേര് ഓർത്തിരിക്കുക കേട്ടോ. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് ഊരൂട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേര്. അതുപോലെ അയ്യങ്കാളി പഞ്ചമ സ്മാരക സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് കെട്ടിടത്തിന് നൽകിയിരിക്കുന്ന പേര് പഞ്ചമി എന്നാണ് കേട്ടോ. പഞ്ചമി എന്നായിരുന്നു പേര്. അപ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, 90-ാം ആണ്ട് ലഹളയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ച പേരാണ് പഞ്ചമി അല്ലേ. അതായത് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിലെ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമായിരുന്നു 90-ാം ആണ്ട് ലഹള. അപ്പോൾ ഊരൂട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേരെന്താണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് കേട്ടോ. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്ക ജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? KR നാരായണനാണ് കേട്ടോ. ആരാണ്? KR നാരായണൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ അയ്യങ്കാളി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, കേരള സ്പാർട്ടക്കസ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അയ്യങ്കാളി എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? കേരള സ്പാർട്ടക്കസ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. P. സനൽകുമാറാണ്. ആരാണ്? P. സനൽകുമാർ. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് EK നായനാറാണ്. മഹാത്മാ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാം, പ്രധാനപ്പെട്ടത് വില്ലുവണ്ടി യാത്ര കേട്ടോ. വർഷം 1893. എവിടം മുതൽ എവിടം വരെയാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. പിന്നെ കല്ലുമാല സമരം എപ്പോഴാണ്? 1915. കല്ലുമാല സമരം 1915. അതുപോലെ 90-ാം ആണ്ട് ലഹളയും 1915. ഊരൂട്ടമ്പല ലഹള എന്നറിയപ്പെടുന്നുണ്ട്, പുലയ ലഹള എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്? 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അയ്യങ്കാളി ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28. അതും ഓർത്തിരിക്കുക. അയ്യങ്കാളിയുടെ ബാല്യകാലം നമുക്ക് ഒരുപാട് തവണ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.